അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എസ് ഐ സാറിന് വല്ലാത്ത ആകാംക്ഷ. എങ്കിലും ഷമീർ ഇത്രയ്ക്ക് ധൈര്യശാലിയോ? കാരണം എൻ്റെ കൈകളിൽ നിന്ന് തന്നെ രാജേഷ് വഴുതി പോകുന്നുണ്ട്. എന്തൊക്കെ തന്നെയും ആ ദുഷ്ടനെ ഇന്നല്ലെങ്കിൽ ഒരു നാൾ പിടിക്കപ്പെടണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് എന്നെയും അങ്ങ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതെ, പിന്നീട് എനിക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. പോലീസ് ഡ്യൂട്ടിയിൽ എനിക്ക് അർഹതയില്ല. എസ് ഐ ആസിഫ് മനസ്സിൽ ഓരോന്ന് വിചാരിച്ചു. റബ്ബേ, അല്ലെങ്കിലും നേരായ രീതിയിൽ പോകുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല. ഇവിടുത്തെ സ്ഥിതിഗതികൾ അങ്ങനെയാണ്. അതെ, എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ച് ചതിയിലൂടെ പണം ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇവിടെ വലിയ സ്ഥാനവുമാണ്. നേരായ വഴിയിൽ പോകുമ്പോൾ ഇവിടെ ഈ ദുനിയാവ് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. കള്ളത്തിനാണ് കൂട്ടു നിൽക്കുക, കള്ളത്തരത്തിന്. ഒരിക്കലും നേർവഴിയിൽ പോകുന്നവർക്ക് ഇവിടെ ഒട്ടും സ്ഥാനമില്ല. എന്നാൽ ഈ സമയം ഷമീർ ചോദിക്കുകയാണ് എസ് ഐ ആസിഫിനോട്, സാറേ, ഞാൻ അവനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തന്നാൽ എന്തു ചെയ്യും? മോനെ ഷമീർ, അതെ, നീ എത്രമാത്രം പ്രഗത്ഭനായിട്ടാണ് അവനെ ഇങ്ങനെ കൂട്ടിലാക്കിയത്. ഒരിക്കൽ പോലും ഒരാൾക്കും കഴിയില്ല. അവൻ്റെ അരികിൽ ഒരുപാട് ആളുകൾ അവൻ്റെ ആളുകളായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും നമ്മൾക്ക് അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലായിരുന്നു. ഇതെങ്ങനെ? ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. സംഭവം എന്തൊക്കെ തന്നെയായാലും എനിക്ക് അവനോട് ഒന്നും പറയാനില്ല. കാരണം ഞാനതോ അവനെ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കേസ് വേറെ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല. അവൻ ചെയ്ത കാര്യങ്ങൾക്ക്, കുറ്റങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ പിതാക്കന്മാരെ, വീട്ടുകാരെ, ഭർത്താക്കന്മാരെയാണ് വിളിക്കേണ്ടത്. അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കണം. അതാണ് വേണ്ടത്. എസ് ഐ സാറിന് വല്ലാത്ത ആവേശം തോന്നി അതാ രാജേഷിനെ ഒന്ന് കണ്ടു കിട്ടാൻ. അങ്ങനെ അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. എടാ, എവിടെയാണ്? അതൊക്കെ ഉണ്ട് സാറേ, നിങ്ങളിരിക്കെ. എന്നാൽ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഒരു ഗോഡൗൺ. ആ ഗോഡൗണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ആളൊഴിഞ്ഞ ഒരു വീട്. ആ വീട്ടിനകത്തേക്ക് കയറുവാൻ വേണ്ടി എസ് ഐ സാറോട് ആവശ്യപ്പെടുന്നു. എടാ, ഇവിടെ? അതെ സാർ, കയറി വരൂ. പഴയൊരു മാളിക വീട്. ആ മാളിക വീടിൻ്റെ കോലായി ഒരു ഗ്രില്ലായിരുന്നു. ഗ്രില്ല് ഓപ്പൺ ചെയ്ത് നേരെ അതാ അവൻ വാതിൽ പൂട്ടിയിട്ടത് കാണിച്ചു കൊടുത്തു. സാറേ, നോക്കിക്കേ, ഇതാ ഇതിനകത്ത് അവനുണ്ട്. ശരിക്കും എസ് ഐ ഞെട്ടിപ്പോയി. അല്ല ഷമീർ, ഇതെങ്ങനെ നിന്നെക്കൊണ്ട് സാധിച്ചു എന്നുള്ള രീതിയിൽ. സാറേ, എന്നാൽ ആ നിമിഷം അതാ രാജേഷ് അതിനുള്ളിലാണ്. ഇവരുടെ സംസാരം അവൻ ശ്രദ്ധിക്കൊണ്ടെന്ന് തോന്നുന്നു. സാറേ, ഏത് നിമിഷവും പുലി പുറത്തു ചാടും, നമ്മൾ നല്ല ശ്രദ്ധ വേണം. എന്നാൽ എസ് ഐ സാർ തന്നെ അതാ ആ ഒരു ഡോറിൻ്റെ ലോക്ക് തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എടാ, എന്തായാലും നിനക്കുള്ളത്, നീ ഒരുപാട് ആളുകളെ കഷ്ടപ്പെടുത്തിയതാണ്. അതിനുള്ളത് നിനക്ക് ആളുകൾ തരും. ഓക്കെ? ശരിക്കും വാതിൽ തുറന്ന് അതാ എസ് ഐ സാർ അവൻ്റെ മുഖത്തേക്ക് നോക്കി. രാജേഷിന് കണ്ണിലൂടെ തീജ്വാലകൾ ഉയർന്നു. ഡാ എന്ന് പറഞ്ഞ് നേരെ ഷമീറിനെ നോക്കി. സൈലൻറ്റ്. നീ എത്ര പെൺകുട്ടികൾ ഇതുപോലെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്? ഷമീർ ധൈര്യത്തോടെ ചോദിച്ചു. എന്നാൽ എസ് ഐ സാർ പറഞ്ഞു, എടാ, ഒരുപാട് കുട്ടികളെ വിഷമിപ്പിച്ചല്ലേ? അവർ സമ്മതിക്കാതിരുന്നാൽ അവരുടെ കൈകാലുകളിൽ ചവിട്ടി അരച്ച് നിനക്ക് എന്തൊക്കെ പണിയുണ്ടായിരുന്നു. എന്തോരം പണി എടുത്തിട്ടുണ്ട് നീയെ. ബെസ്റ്റ്. രാജേഷിൻ്റെ കണ്ണിൽ ദേഷ്യത്തിൻ്റെ തീജ്വാലകളാണ്. അത് രണ്ടിനെയും കൂടി ഇടിച്ച് ഒന്ന് പുറത്തിറങ്ങിയാലോ, രണ്ടെണ്ണത്തിനെയും കൊന്നാലോ എന്നിവരെ അവൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു. രാജേഷ്, നീ എന്തെങ്കിലും പറയാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, നീ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേക്ക്. ഇതാ ധീരനായ പുലിക്കുട്ടിയാണ് ഷമീർ. അവനാണ് നിന്നെ കുടുക്കിയതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. നിന്നെപ്പോലുള്ള ക്രിമിനൽസിനെ വളർത്താൻ ഇനി പാടില്ല. എത്രയെത്ര പെൺകുട്ടികളുടെ കണ്ണുനീര്, എത്രയെത്ര കുട്ടികൾ, എത്രയെത്ര കുടുംബങ്ങൾ നശിപ്പിച്ചു നീയെ. എത്രയെത്ര ആളുടെ മനസ്സമാധാനം നീ നഷ്ടപ്പെടുത്തി. ശരിക്കും എസ് ഐ സാർ അവൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ, സാറേ, സാറേന്നോ? ഞാൻ ഒരിക്കലും നിന്നെ സാറേന്ന് വിളിക്കില്ല. ഹെഡോ ആസിഫ്, നീ ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപ്പോൾ നിൻ്റെ ജോലി തെറിച്ചതാണല്ലോ. നിൻ്റെ തൊപ്പി തെറിപ്പിച്ചത് ഞാൻ തന്നെയാണ്. അതെ, നിന്നെപ്പോലുള്ളവരുടെ കുറച്ച് തൊപ്പി തെറിപ്പിക്കണം. അതുപോലെ ആ ദുഷ്ടനായ ഷമീറിനെയും ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ ബിസിനസ് തുടങ്ങുള്ളൂ.
ആരൊക്കെ തന്നെ എന്തൊക്കെ തന്നെ എതിർത്താലും പറഞ്ഞാലും എനിക്ക് ഇത് മാത്രമല്ലടോ, ഇഷ്ടം പോലെ ഏജൻറ്റുമാരുണ്ട്. എന്നെ നിങ്ങൾ തളർത്തിയാലും കൊന്നാലും ശരി, ആ ബിസിനസ് ഇവിടെ വളർന്നുകൊണ്ടേയിരിക്കും എൻ്റെ പേരിൽ. അതെ, നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും എനിക്ക് ജീവനോടെ എഴുന്നേൽക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ നേർക്ക് നിങ്ങൾ നിൽക്കണ്ട. വെറുതെ എനിക്ക് നിങ്ങളറിയാത്ത പല രീതിയിലുള്ള ബിസിനസ്സുകളുണ്ട്. ഇതൊക്കെ അതിൽ ചെറിയൊരു സൂക്ഷ്മമായൊരു പോയിൻറ്റ്സുകൾ മാത്രം, അത് മാത്രമേ നിങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളൂ. അവൻ്റെ അഹങ്കാരത്തോടു കൂടിയുള്ള ആ ഒരു സംസാരം കേട്ട് ഷമീർ അവൻ്റെ നേർക്ക് പറയടാ, എവിടെയാടാ നിൻ്റെ ബിസിനസ്, പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവൻ്റെ ആ മുഖം അമർത്തിപ്പിടിക്കുന്നു. പറയാനാ പറഞ്ഞ, ഡാ എൻ്റെ കൈകൾ തരിക്കാനിട്ടില്ല, എൻ്റെ കൈകൾ നീ പിന്നിലേക്ക് കെട്ടിയത് കൊണ്ട് എനിക്കൊന്നിനും കഴിയുന്നില്ല. പക്ഷേ ഇതിനൊക്കെ പകരം രാജേഷ് ചോദിച്ചിരിക്കും. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾക്കറിയില്ല എൻ്റെ പിറകിൽ എത്ര ആളുകളുണ്ടെന്ന്. അറിയാം, മുഴുവൻ രാഷ്ട്രീയക്കാരും നിൻ്റെ ആളുകളായിരിക്കും, മുഴുവൻ മന്ത്രിമാരും നിൻ്റെ ആളുകളായിരിക്കും, മുഴുവൻ പോലീസുകാരും. കാരണം അവർക്കൊക്കെ ഇഷ്ടം നീ കൊടുക്കുന്നുണ്ടല്ലോ, ഇഷ്ടത്തിനനുസരിച്ച്. നീയല്ലേ അതിൻ്റെ മെയിൻ ഏജൻറ്റ്. പെട്ടെന്ന് ആ ഫോൺ എടുത്തുകൊണ്ട് കേൾപ്പിച്ചു കൊടുത്തു. അതിലേക്ക് വന്ന വോയിസ്, രാജേഷ് നമുക്ക് നല്ലോണം നോക്കിക്കോട്ടോ. ആ പിന്നെ കുറച്ച് ഉഷാറായിക്കോട്ടെ. ക്യാഷിൻ്റെ കാര്യത്തിൽ വിഷമിക്കണ്ട, എത്ര വേണമെങ്കിലും നിനക്ക് അഡ്വാൻസ് കമ്മീഷൻ തരും. ശരിക്കും രാജേഷ് നിർത്തടാ. എൻ്റെ ഫോണിലെ മെസ്സേജുകളും എൻ്റെ ഫോണിലെ കോളുകളും അറ്റൻഡ് ചെയ്യാൻ നിനക്ക് എന്ത് അധികാരം? ഓഹോ, പാവപ്പെട്ട ആളുകളുടെ ഭാര്യമാരെ കൊണ്ടുപോകാനും മക്കളെ കൊണ്ടുപോകാനും നിനക്ക് എന്ത് അധികാരമുള്ളത്? ഷമീറിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും SI വരെ ഞെട്ടിപ്പോയി. അതേ, പോലീസുകാരെ വെല്ലുന്ന രീതിയിലുള്ള സംസാരമാണ് അവൻ്റെ സംസാരം. ശരിക്കും SI ആസിഫിന് തോന്നിപ്പോയി, ഷമീർ ഇതൊരു സാധാരണക്കാരനല്ല, ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് അറിവുകളും കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെ, ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് അവൻ രാജേഷിനോട് ചോദിച്ചത്. പറയടാ, നിന്റെ ഫോൺ നോക്കാൻ പറ്റില്ല, ഓക്കെ, പക്ഷേ നീ ഓരോരുത്തരുടെ മുതലിനെ കട്ടുകൊണ്ടുപോകുന്നതോ, അത് പറ്റുമോ? പല രീതിയിലും പെൺകുട്ടികളെ വശീകരിച്ച് അവർ നിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് തേനും പാലും കൊടുത്ത് വളർത്തും ആദ്യം, പിന്നീട് അങ്ങോട്ട് നിന്റെ സ്വഭാവം മാറും. അതെ, അവർക്ക് വേണ്ടി ആളുകളെ നീ ക്യൂ നിർത്തും, എന്നിട്ട് അവരിൽ നിന്നെല്ലാം ക്യാഷ് എണ്ണി വാങ്ങും, എന്നിട്ട് ആ ഒന്നും അറിയാത്ത മക്കളെ അവർക്ക് വേണ്ടി ഇരയാക്കി കൊടുക്കുക. അയ്യേ, നാണം കെട്ട പ്രവൃത്തി. അന്തസ്സുള്ള പ്രവൃത്തി ചെയ്യണമെങ്കിൽ നിന്റെ ബിസിനസ് വെറും നാണം കെട്ട ലജ്ജാകരമായ ബിസിനസ്സായിപ്പോയി. ഒരിക്കൽ പോലും സമ്മതിക്കില്ല മോനെ, ഇനി സമ്മതിക്കില്ല. എന്നാൽ ശരിക്കും ആസിഫ് ഞെട്ടുകയായിരുന്നു. ഷമീർ, അതെ ഷമീർ, ഈ നാടിന് ആവശ്യമാണ്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമാണ്. എന്തൊക്കെ തന്നെയായാലും പെട്ടെന്ന് ചാർജിൽ എടുക്കണം. ഷമീർ, നിന്നെപ്പോലുള്ള ഒരു ആളെ എനിക്ക് പോലീസായിട്ടതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ടും എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സാലറി വാങ്ങുന്ന, പക്ഷേ അവർക്കൊന്നും സ്വന്തം നാടിനോടുള്ളൊരു കൂറില്ല, അവർക്കൊന്നും ഇന്ത്യ രാജ്യത്തിനോടുള്ള ഒരു ബഹുമാനമില്ല. അത് ക്രിമിനൽസിനോടാണ് അവർക്കെല്ലാം താല്പര്യം. സത്യത്തിന് വേണ്ടിയിട്ട് ഒരാളും പോരാടുകയില്ല. ഷമീർ, ശരിക്കും ഷമീറിൻ്റെ കൈകൾ പിടിക്കുകയാണ് നമ്മുടെ ആസിഫ് SI. അവൻ്റെ തോളിലൂടെ കൈയിട്ട് പറയുന്നു, ഷമീർ സത്യം പറയണം, നിനക്ക് എങ്ങനെയാണ് ഇത്രയധികം മെച്യൂരിറ്റി ഉണ്ടായത്? നീ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സാറേ, ഞാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ പലതും ഞാൻ വായിച്ചിട്ടുണ്ട്. കണ്ടും കേട്ടും അറിഞ്ഞതെല്ലാം എൻ്റെ മനസ്സിൽ അനുഭവമായിട്ടുണ്ട്. അതെല്ലാം കൂട്ടിയോജിപ്പിച്ച് നോക്കുമ്പോൾ എനിക്കത് എന്തൊക്കെയോ അതിനു വേണ്ടി പ്രവർത്തിക്കണം, അതെ ഒരുപാട് ക്രിമിനൽസിനെ ഒന്ന് ഒതുക്കണം എന്നൊക്കെ തോന്നിപ്പോകുന്നൊരു ചിന്താഗതി എനിക്കുണ്ട്. പക്ഷേ എനിക്കതിനുള്ള അധികാരമില്ലല്ലോ. നമ്മുടെ ആസിഫിന് എന്തൊക്കെയോ മനസ്സിനുള്ളിൽ തോന്നി തുടങ്ങുകയാണ്. എന്നാൽ രാജേഷിനെ നേരിൽ കണ്ടപ്പോൾ ആസിഫ് വെറുതെ നിന്നില്ല. രാജേഷ്, എടാ, നീ എന്താ വിചാരിച്ചത്? എന്നെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നിനക്ക് സുഖമായി അങ്ങ് വാഴാമല്ലോ അല്ലേ? നിന്നെ എത്രയോ SIമാർ ആ ഒരു സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്, പക്ഷെ നിന്നെ പേടിച്ചിട്ടാണ് എല്ലാവരും നിന്നതെന്ന് പിന്നെ ഞാൻ അറിഞ്ഞത്. വളരെയധികം പുച്ഛം തോന്നി എനിക്ക്. സ്വന്തം നാടിനെ രക്ഷിക്കാനുള്ള പോലീസുകാർ ക്രിമിനലിന് കൂട്ടു നിന്നാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ശരിക്കും അതാ SI അവൻ്റെ മുഖത്ത് നോക്കി നല്ല രീതിയിൽ പറഞ്ഞു. രാജേഷിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അവൻ പല്ലുകൾ കൂട്ടിയുരുമ്മി. എന്നാൽ എടാ എന്ന് പറഞ്ഞുകൊണ്ട്
പല രീതിയിലുള്ള അനാവശ്യങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ഷമീർ കയ്യിൽ കരുതിയിരുന്ന ആ ഒരു പ്ലാസ്റ്റർ എടുത്ത് മുഖത്തേക്കങ്ങ് വലിച്ചൊട്ടിച്ചു. ഇനി പറയില്ല. നിന്റെ വായിൽ നിന്ന് എത്രമാത്രം അനാവശ്യം വരുന്ന എനിക്ക് നന്നായിട്ടറിയാം. കാരണം പഠിച്ചതല്ലേ പാടൂ. അതുകൊണ്ട് ഞാനിത് കരുതിയതാണ്, ഇത് വരുന്ന സമയത്ത് ഒട്ടിക്കാമെന്ന് കരുതിയിട്ട്. എന്നാൽ അതാ രാജേഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് തെറി പറയുകയാണ്. പറയടാ, പക്ഷെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പാടില്ല. രാജേഷ്, ഇന്ന് നിന്നെ തീരുമാനിക്കും. അതെ, വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ചു വരുത്തുകയാണ്. നഷ്ടപ്പെട്ട പിതാക്കന്മാരെ, ഭർത്താക്കന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു ഗൂഢാലോചന നിന്നെ നടുനിർത്തിയിട്ട്. എന്നാൽ അവൻ ദേഷ്യം കൊണ്ട് തൊട്ടു പോവരുത്, പറയരുത് എന്നുള്ള രീതിയിൽ പലതും പുലമ്പുന്നുണ്ട്. നീ എത്രയൊക്കെ തന്നെ പുലമ്പിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല മോനെ. ഇനി നിന്നെ ആരൊക്കെ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ പോലും ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല. എന്നാൽ ആസിഫ് നല്ല രീതിയിൽ അത് ആഘോഷിക്കുന്നുണ്ട്. കാരണം എൻ്റെ ജോലി തെറിപ്പിച്ചതും തൊപ്പി തെറിപ്പിച്ചതും എല്ലാം ഇവൻ മൂലമാണ്. പകരം ഷമീറിനെ കയറ്റണം അങ്ങോട്ട്. ഷമീറിനെ എങ്ങനെയെങ്കിലും സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത് കയറ്റണം. ഒരിക്കൽ പോലും പോലീസ് ഉദ്യോഗസ്ഥനാകാൻ എനിക്ക് അവിടെ യോഗ്യതയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ സസ്പെൻഡ് ചെയ്യും. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഷമീറിൻ്റെ സ്ഥാനം അവിടെ കൊടുക്കൽ നിർബന്ധമാണ്. ഈ നാട് നന്നാവണമെങ്കിൽ നല്ല ആളുകൾ വേണം. മനസ്സിൽ പല പല ചിന്തകൾ. എന്നാൽ SI സാറിനോട് പറഞ്ഞു, സർ ഞാനിപ്പോൾ വരാം, നിങ്ങളിവിടെ നിൽക്കണോ അതോ എൻ്റെ കൂടെ പോരണോ? എന്നാൽ ആ നിമിഷം ആസിഫ് പറഞ്ഞു, നമുക്ക് പോകാം. അത് എങ്ങോട്ടാണ് പോകേണ്ടത്? അവനെ പഴയ പോലെ അടച്ചിട്. രണ്ടുപേരും കൂടി അതാ അവനെ അടച്ചിട്ട്. എടാ, നീ എത്രയോ പെൺകുട്ടികൾ ഇതുപോലെ ദിവസങ്ങളോളം പൂട്ടിയിട്ടുണ്ടാവും. നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണില്ല. എന്നാൽ ഇനി ഓർത്തോ, അതിനൊക്കെ ആയിട്ടുള്ള പ്രതിഫലം നിനക്ക് ഇപ്പോൾ വരും. എന്നാൽ അവന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. രാജേഷ് ശരിക്കും പെട്ടുപോയി എന്ന് പറയാം. കുടിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഷമീർ അവൻ്റെ പ്ലാസ്റ്റർ ഒട്ടിച്ച് പറിച്ചെടുത്ത് വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ദാഹിച്ചു വലഞ്ഞ രാജേഷ് അത് ആർത്തിയോടെ കൊടുക്കുന്നു. എന്ന് പറഞ്ഞിട്ട് കുറേ വിശപ്പും സഹിച്ചിരുന്ന കുറേ പെൺകുട്ടികൾ ഉണ്ടാവും അല്ലേ? എത്ര കുട്ടികൾ! നിൻ്റെ ഓരോ ലൈംഗികാതിക്രമങ്ങൾക്ക് കൂട്ടി നിൽക്കാത്ത പെൺകുട്ടികൾ, അവർക്ക് നീ ഭക്ഷണവും വെള്ളം കൊടുക്കാതെ ദിവസങ്ങളോളം പട്ടിണി കിട്ടിയിട്ടുണ്ട് അല്ലേ? എത്ര പെൺകുട്ടികൾ! അതിന് പകരക്കായിട്ടും. പക്ഷേ ഞങ്ങളത് ചെയ്യില്ലടാ. ഞങ്ങൾ മനുഷ്യരാണ്. മനുഷ്യരായി കഴിഞ്ഞാൽ ഒരിക്കലും പട്ടിണി കിടാൻ പാടില്ല. വീണ്ടും അവൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതെ, 1 ലിറ്ററോളം വെള്ളം മുഴുവനായി അവനകത്താക്കി. എടാ, പിന്നെ നീ കൂട്ടിലകപ്പെട്ട കിളിയെ പോലെയാണ്. വെറുതെ ആവശ്യത്തിന് നിൽക്കണ്ട. നിനക്കുള്ള ശിക്ഷ ഇവിടുന്ന് തന്നെ ഞങ്ങൾ തന്നിരിക്കും. രക്ഷപ്പെടാൻ ശ്രമിക്കാൻ വേണ്ടി നിൽക്കണ്ട. എന്നാൽ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതാ അവൻ കൈകാലുകളിട്ട് അടിക്കുന്നു. പുറത്തിറങ്ങാൻ വേണ്ടി എങ്ങനെയെങ്കിലും നോക്കുന്നു. എന്നാൽ ഭദ്രമായൊരു പൂട്ടുകൊണ്ട് അത് പൂട്ടിയിട്ട് നമ്മുടെ ആസിഫും നമ്മുടെ ഷമീറും നേരെ പോയത് ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്കായിരുന്നു. ഷെഫി ഉസ്താദിനെ കാണുവാൻ വേണ്ടി ഇവരുടെ വീട്ടിലേക്ക് ചെന്നു. ശരിക്കും ആസിഫ് ചോദിച്ചു, ഇതിപ്പോൾ ആരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്? എൻ്റെ സാറേ, സാറേ ഒന്നും വിളിക്കണ്ട. നമ്മൾ തമ്മിൽ ഇടാപോട ബന്ധം മതി. സാറേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബഹുമാനം കൂടിപ്പോകും. വേണ്ടാത്ത ആവശ്യമില്ലാത്ത രീതിയിൽ വേണ്ട. അതിനൊന്നും നിൽക്കണ്ട. ഒരിക്കൽ പോലും സാറേ ഒന്നും വിളിക്കണ്ട. ഞാൻ നിന്നെ ഷമീർ എന്ന് വിളിക്കും, തിരിച്ച് എന്നെ ആസിഫ് എന്ന് വിളിക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുള്ളൂ. അല്ല സാറേ, നിങ്ങൾ പഠിച്ച സ്ഥിതിക്ക്, നിങ്ങൾ ഈ ഒരു ഉദ്യോഗസ്ഥനായ സ്ഥിതിക്ക് നിങ്ങളെ ബഹുമാനിക്കൽ എൻ്റെ ബാധ്യതയാണ്. ഷമീർ, ആ ഒരു ബഹുമാനം എല്ലാവർക്കും ഉണ്ടാവില്ല. കണ്ടില്ല രാജേഷ് എന്നെ എടാ എന്ന് വിളിച്ചത്? എനിക്ക് കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പഠിച്ച ഉദ്യോഗസ്ഥനായി അത് നേടിയെടുത്തു. പക്ഷേ നീ പഠിക്കാതെ കണ്ടും കേട്ടും അറിഞ്ഞ് നിൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഐഡിയകൾ ഉണ്ടാക്കിയെടുത്തു. ചുരുക്കി പറഞ്ഞാൽ നീയാണ് ഗുരു, ഞാൻ നിൻ്റെ ശിഷ്യനാണ്. അത് എനിക്കറിയാത്ത പലതും നീ പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥനാകാൻ പഠിച്ച അത്ര പോലും നീ പഠിച്ചിട്ടില്ല. പക്ഷേ നിൻ്റെ അനുഭവത്തിലൂടെയും നിൻ്റെ വായനയിലൂടെയും അതെല്ലാം നീ നേടിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും എന്നെ സാറെന്ന് വിളിക്കരുത്. അതെനിക്കിഷ്ടമല്ല. എന്നെ ആസിഫ് എന്ന് വിളിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലെത്തി.
സമയം ഉച്ച 2 മണി. ഷെഫി ഉസ്താദിൻ്റെ റൂമിൽ അതാ ബത്തൂൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. അത് എനിക്ക് സമ്മതമേ ഉള്ളൂ. നിങ്ങൾ അവരെ തിരിച്ചെടുത്തോളൂ. നിങ്ങളടുത്ത് അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയെങ്കിൽ ആയിക്കോട്ടെ. അതിനെന്താ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഉമ്മയല്ലേ. എന്താ, ഞാൻ എൻ്റെ കാര്യമാണ്, നിങ്ങൾ വിഷമിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ബത്തൂൽ, നീ എന്നോട് അത് മാത്രം പറയരുത്. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അതെനിക്ക് കഴിയില്ല. അല്ല, കുഞ്ഞിനെ വിചാരിച്ചിട്ടേ, കുഞ്ഞ് അനാഥമാണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ബത്തൂൽ, പറയല്ലേ പെണ്ണെ, എൻ്റെ ജീവിതത്തിൽ ഇനി നീ മതി. അതെ, മരിക്കോളം നീ എന്നെ ഉപേക്ഷിക്കാഞ്ഞാൽ മതി. വേറൊന്നും വേണ്ട. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. എന്നാൽ പെട്ടെന്നതാ കോളിംഗ് ബെൽ മുഴങ്ങുന്നു. അല്ല, ആരായിരിക്കും? എന്നാൽ ഷെഫി ഉസ്താദ് പെട്ടെന്ന് എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴേക്കും ഉമ്മ, മോൻ കിടന്നോളേ, ഉമ്മ പോയി നോക്കുന്നുണ്ട്. അത് ഉമ്മ പോയിട്ട് വാതിൽ തുറക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഷെഫി ഉസ്താദ്, ഉമ്മ ഞാൻ അത് വരുന്നത്. അല്ല മോനെ, മക്കൾ കിടന്നോളി. ഉമ്മ സ്നേഹത്തോടെ ഉമ്മയുടെ ആ വാക്ക്, ഉമ്മക്ക് സന്തോഷമാണ്. തൻ്റെ മോൻ്റെ കൂടെ ആ പെണ്ണ് സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ ഉമ്മക്ക് വല്ലാത്ത സന്തോഷമാണ്. അതെ, അത് മനസ്സിനൊരു സമാധാനമാണ്. അവർ രണ്ടുപേരും എൻ്റെ കുട്ടിക്കൊരാളായല്ലോ എന്നുള്ള ചിന്തയാണ് ഉമ്മക്ക്. കാരണം സീനത്തന്ന് അവനോട് മിണ്ടാതിരിക്കുന്നതും അവന് പറയുന്നതിനപ്പുറം പ്രവർത്തിക്കുന്നതൊക്കെ ഉമ്മാക്ക് വലിയ വേദനയും വിഷമമായിരുന്നു. പക്ഷേ ബത്തൂൽ എന്നുള്ള ആ ഒരു പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നതും സംസാരിക്കുന്നതും കാണുമ്പോൾ ആ ഉമ്മയുടെ മനസ്സെപ്പോഴും നിറഞ്ഞ് പടച്ചെറുബിനോട് അവർ ശുക്ർ പറയാനുണ്ട്, അൽഹംദുലില്ലാ എന്ന്. എന്നാൽ ഉമ്മ എഴുന്നേറ്റ് അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. അപ്പോഴേക്കും ഷെഫി ഉസ്താദും, ഉമ്മ ആരാണ്? മോനെ നോക്കട്ടെടാ. അല്ലാ, മോനെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. കയറിയിരിക്കേ. അത് ആസിഫ് SIയെയും ഷമീറിനെയും കണ്ട അവർ ശരിക്കും എന്നെ മനസ്സിലായില്ലേ? ഞാൻ ആസിഫ്, ഇവിടുത്തെ SI ആയിരുന്നു. പെട്ടെന്ന് ഉമ്മ, അല്ലാ ഇരിക്കട്ടോ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ. അല്ല ഉമ്മ, കുടിക്കാൻ എടുക്കണ്ട. എന്നെ മനസ്സിലായിട്ടുണ്ടോ അറിയില്ല. ഇവനെ മനസ്സിലായില്ലേ, ഷമീർ? അത് നിങ്ങളുടെ മരുമകളെ രക്ഷിച്ച. ഒരു നിമിഷം ഷെഫി ഉസ്താദ് അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അതെ, തൻ്റെ ഭാര്യയ്ക്ക് അഭയം കൊടുത്ത ആ ഒരു ചെറുപ്പക്കാരൻ, കണ്ടാൽ സുന്ദരൻ, അതെ അത്യാവശ്യം തലയെടുപ്പും കാര്യവും ഉള്ള നല്ലൊരു ഉദ്യോഗസ്ഥൻ ലുക്കുള്ള ഒരാൾ. ശരിക്കും ഷെഫി ഉസ്താദ് അവനെ നോക്കി. ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. പഠിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വലിയത്. ഷെഫി ഉസ്താദ് കരഞ്ഞു പോയി. ഷമീർ അത് ശ്രദ്ധിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വന്നു. സാരല്ല, നിങ്ങൾക്കൊക്കെ പകരമായിട്ട് എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ ഞാൻ രക്ഷിച്ചു. ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാ കെയറിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ നൽകി. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച ആ ഒരു വ്യക്തിയെ എൻ്റെ കൈകളിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് അവരോട് എന്തെങ്കിലും പറയുവാനോ ചെയ്യുവാനുണ്ടെങ്കിൽ ചെയ്യാം. അത് തീർക്കാൻ ഒരു അവസരം കൂടി ഞാൻ നൽകുന്നുണ്ട്. ഒരുപക്ഷെ അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും. പെട്ടെന്ന് ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകളിൽ നിന്ന് സങ്കടവും ദേഷ്യവും ഒപ്പം വരുന്ന പോലെ, അതെ, എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി, അല്ല അവർ ഒളിച്ചോടിപ്പോയി, അങ്ങനെയൊക്കെ എന്നെ ചതിച്ച അവനെക്കുറിച്ച് വിചാരിച്ചു, ഒപ്പം സീനത്തിനെയും. എന്നാൽ ഷെഫി ഉസ്താദ് പറഞ്ഞു, വേണ്ട, എനിക്കവൻ്റെ മുഖം പോലും കാണണ്ട, എനിക്കിഷ്ടമല്ല ഒരിക്കൽ പോലും. ദയവായി സീനത്ത് എന്നുള്ള വാക്ക് വരെ ഞാനൊന്ന് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ എൻ്റെ കുഞ്ഞിനെ വിചാരിച്ചിട്ടാണ്. എന്നാൽ SI സാറ് പറഞ്ഞു, അത് ഉസ്താദെ, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ അവസ്ഥ. പക്ഷേ ഒരുപാട്, നിങ്ങളുടെ ഭാര്യയെ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികളെ. അതിനു മുമ്പായിട്ട് ഒരു ഉസ്താദിൻ്റെ മോള് ഫർസാൻ എന്ന പേരിൽ. അപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് അതും കടന്നു വന്നു. അതെ, തൻ്റെ ജീവിതത്തിൽ വലിയ വില്ലനായി മാറിയ അവൻ, അതെ, അവനെ ഒന്ന് നേരിട്ട് കിട്ടിയാൽ ഒന്നിനുമല്ല, അതെ, ആ ഒരു ദുഷ്ടകൃത്യങ്ങൾ ചെയ്ത അവനെ ഒന്ന് കാണുമ്പോൾ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ആസിഫ് കണ്ടു.
അത് വിഷമിക്കണ്ട, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, അതിനുള്ള പ്രതിഫലമെല്ലാം നമുക്ക് കൊടുക്കാം. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങളെ കൂടെ പോരണം. അതെ, ആരൊക്കെയാണെന്ന് വെച്ചാൽ കൂടെ പോരാം, നിങ്ങൾക്ക് കുടുംബത്തിനൊക്കെ പോരാം, എല്ലാവരെയും വിളിക്കാം, അവരെ എല്ലാവരും ഒന്ന് കാണട്ടെ. അതെ, ഒരുപാട് പെൺകുട്ടികൾ ജീവിതം നശിപ്പിച്ച ആ ഒരു ക്രിമിനലിനെ നിങ്ങൾ കാണണം, കണ്ടേ മതിയാവും, അത് നിർബന്ധമാണ്, കാണണം. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലും മോനെ ഉമ്മ വിളിച്ചു, മോനെ ഒന്ന് കാണാൻ പോകണമല്ലോ, അത്രക്കും തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആ ഒരു ക്രിമിനലിനെ, അതെ എൻ്റെ കുട്ടിയുടെ സമാധാനം ജീവിതം നഷ്ടപ്പെടുത്തിയ ആ ഒരു ദുഷ്ടനെ എനിക്കും കാണണം മോനെ. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും അത് പറഞ്ഞു. എന്നാൽ ഫർസാനയുടെ വീട്ടിലേക്കും പോകണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അവരുടെയൊക്കെ മക്കളെയെല്ലാം നശിപ്പിച്ച രാജേഷിനെ കാണുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് എല്ലാവരും പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് ഫർസാനയുടെ വീട്ടിലേക്കും ഒന്ന് പോകണം. അതിനു വേണ്ടിയിട്ട് അവരതാ ഇറങ്ങുന്നു. അതെ, എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ തകർത്ത രാജേഷ് എന്ന ക്രിമിനൽ ഇന്ന് അകപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അവനോട് ദേഷ്യവും പകയുമാണ്. മാത്രമല്ല സീനത്തിൻ്റെ വീട്ടിലേക്കും പോകണം ഇൻഷാ അല്ലാഹ്. രാജേഷിൻ്റെ സ്ഥിതി ഇനി എന്തായി തീരും? എല്ലാവരും അവനോട് പകരം വീട്ടാനുള്ളതെല്ലാം വീട്ടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.